ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 19. ഇന്നത്തെ ദിവസം രാവിലെ നമുക്കൊരു മരണച്ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആക്സിഡൻ്റ് ആയിരുന്നു ഗായ്സ്. നമ്മൾ ഡേ 15 ഒരു കല്യാണത്തിൽ പങ്കെടുത്തിരുന്നില്ലേ? അന്നെല്ലാം ഈ ചേട്ടനായിട്ട് കുറച്ചു നേരം സംസാരിച്ചെല്ലാം ഇരുന്നിരുന്നായിരുന്നു. സാമ്പത്തികമായി അത്ര മുൻപന്തിയിലൊന്നും അല്ലാത്ത കുടുംബങ്ങളെ ഇത്തരം ആകസ്മിക മരണങ്ങൾ എങ്ങനെയെല്ലാമായിരിക്കുമല്ലേ ബാധിക്കുക? മരണച്ചടങ്ങിലെല്ലാം പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അപ്പച്ചനാണെങ്കിലും ശാരീരികമായി എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു, ചെക്കപ്പിന് പോയാലോ എന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം ചെക്കപ്പിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് കരുതി. ചെക്കപ്പിനുള്ള ബുക്കിംഗ് എല്ലാം പൂർത്തിയാക്കി നമ്മൾ അവിടെ എത്തിയപ്പോഴുണ്ട് എന്തോരം ആളുകളാണല്ലേ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ എത്ര ഹോസ്പിറ്റലുകളിൽ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ടാകും. ഒരു നിമിഷം ഞാൻ ഇവരുടെ എല്ലാം സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചൊന്ന് ആലോചിച്ചു പോയി. കമ്പനി ജോലികളെല്ലാം ചെയ്യുന്നവർക്ക് നിർബന്ധമായും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അല്ലാതെ ചെറിയ ജോലികൾ ചെയ്യുന്നവരെല്ലാം എങ്ങനെയായിരിക്കുമല്ലേ ഈ ആശുപത്രി ചെലവുകളെല്ലാം നേരിടുന്നത്? പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഗൈസ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒരു ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മളുടെ വിയോഗത്തിൽ ഓൾറെഡി വേദനയിലിരിക്കുന്ന കുടുംബത്തിന്റെ മേൽ സാമ്പത്തികമായ മറ്റു ബുദ്ധിമുട്ടുകൾ വരാതെ ചിലപ്പോൾ അതിന് നമ്മളെ സഹായിക്കാൻ കഴിയും. വളരെ കുറഞ്ഞ പ്രീമിയത്തിലെല്ലാം ധാരാളം ഇൻഷുറൻസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം നോർമലാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസമായി. ഹോസ്പിറ്റലിന്റെ പുറകുവശത്തായി ഡോക്ടർ തന്നെ കൃഷി ചെയ്യുന്ന കുറച്ച് ജൈവ പച്ചക്കറികൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ അതിൽ നിന്നും കുറച്ച് വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏതായാലും ടൗണിലേക്ക് പോയതല്ലേ, ഞാനും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണമെന്ന് കരുതിയിരുന്നു. അതിനായി നമ്മളുടെ സ്വന്തം മൈജിയിലേക്ക് പോയി. കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ PS5 കുറച്ച് ഡിസ്കുകൾ ഇരിക്കുന്നു ഗൈസ്. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു ട്രൈപോഡും കാറിലെല്ലാം വയ്ക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറും വാങ്ങാനാണ്. ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ 5 ദിവസമെല്ലാം ഡിലേ വരുമെന്ന് കണ്ടു. അതുകൊണ്ടാണ് ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങാമെന്ന് കരുതിയത്. ചില കാര്യങ്ങളെല്ലാം നമ്മൾ നീട്ടി വെച്ചാലേ പിന്നെ അങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ട്രൈപോഡ് കിട്ടി ഗൈസ്. മൊബൈൽ ഹോൾഡർ കിട്ടിയില്ല കേട്ടോ, അത് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ട്രൈപോഡെല്ലാം വാങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. അത് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ റാബിറ്റ് കുട്ടനെ നിൽക്കുന്നു. അവനെ കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി. എൻ്റെ പർച്ചേസും വീഡിയോ പിടുത്തം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വണ്ടിയിൽ ഇരുന്നവർക്ക് വിശന്നു തുടങ്ങി. പതിവില്ലാതെ ഇന്ന് അപ്പച്ചനാണ് പറഞ്ഞത് എനിക്ക് അൽഫാം തിന്നാൻ കൊതിയാവുന്നെന്ന്. പാവം, ചെക്കപ്പിൻ്റെ പേരിലൊക്കെ ഇന്ന് കുറേ ടെൻഷൻ അടിച്ചതല്ലേ, വാങ്ങി കൊടുക്കാമെന്ന് വെച്ചു. ഫുഡും പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും ഓർഡർ ചെയ്ത് ഞാൻ ആ സമയം കൊണ്ട് അപ്പുറത്തെ കടയിലേക്ക് പോയി. കുറച്ച് നാളായി നല്ല കുറച്ച് ബെഡ്ഷീറ്റ് വാങ്ങണമെന്ന് കരുതിയിട്ട്. ഇവിടെ ആകുമ്പോൾ ഉണ്ടാവും എന്നാണ് കരുതിയത്. നിരവധി കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമ്മളുടെ സൈസിലും അളവിലും ഉള്ളത് കിട്ടിയില്ല ഗൈസ്. അതിനാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഗൈസ്. അടുത്ത ദിവസത്തെ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ, എല്ലാവരും ഒന്ന് എടുത്തു വെക്കുന്നേ.